Vinayanji was speaking in Malayalam, but I understood Kuruchu Kuruchu. വിനയൻ ജിയുടെ മലയാളത്തിലാണ് സംസാരിച്ചത്, പക്ഷെ എനിക്ക് കുറച്ച് മനസ്സിലായി. And I understood that he talked about the work that I did in Uttar Pradesh. ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം ഞാൻ ഉത്തർപ്രദേശിൽ ചെയ്ത കുറച്ച് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. Where I had started a campaign called मैं लड़की हूँ लड़ सकती हूँ. അവിടെ ഞാനൊരു പ്രചരണം തുടങ്ങിയിരുന്നു. ഞാൻ സ്ത്രീയാണ്, എനിക്ക് പോരാടാൻ കഴിയും എന്നുള്ളതായിരുന്നു ആ മുദ്രാവാക്യം. And we launched the first manifesto only for women. അങ്ങനെ ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ആദ്യത്തെ ഒരു പ്രകടന പത്രിക ഞങ്ങൾ പുറത്തിറക്കി. First time in an election in India, a manifesto had been launched which was only for women. ഒരുപക്ഷെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രകടന പത്രിക ഇറങ്ങിയ തെരഞ്ഞെടുപ്പായിരുന്നു അത്. And we announced that 40% of our candidates will be women. ഞങ്ങൾ പ്രഖ്യാപിച്ചത് 40% സ്ത്രീകൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളായിരിക്കും എന്നാണ്. And with great difficulty we found 40% of candidates which were women. വളരെയേറെ ബുദ്ധിമുട്ടിക്കൊണ്ട് ഞങ്ങൾ ആ 40% സ്ത്രീകളെ കണ്ടെത്തി. And they were strong women. അവർ വളരെ ശക്തരായിട്ടുള്ള സ്ത്രീകളായിരുന്നു. And each one fought as well as they could fight. അവര് വളരെ ശക്തിയോടുകൂടി ആ തെരഞ്ഞെടുപ്പിൽ പോരാടി. They fought in the most difficult circumstances. അവർ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലും അവർ ശക്തമായ പോരാട്ടം കാഴ്ചവെച്ചു. And I'll tell you the truth, inside I knew they're going to lose. ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയാം, എന്റെ മനസ്സിൽ എനിക്കറിയാമായിരുന്നു അവർ ആ തെരഞ്ഞെടുപ്പ് പരാജയപ്പെടാൻ പോവുകയാണ് എന്നുള്ളത്. And all except one lost. ആ ഇതിനകത്ത് ഒരാളൊഴിച്ചു ബാക്കി എല്ലാവരും പരാജയപ്പെട്ടു. But that didn't matter to me. What mattered to me is they got up and they fought. ഞാൻ ആ പരാജയം എനിക്ക് പ്രശ്നമായിരുന്നില്ല. കാരണം ഏറ്റവും പ്രാധാന്യമുള്ളതെന്ന് വെച്ചാൽ അവർ നിന്ന് പോരാടാൻ അവർ തയ്യാറായി എന്നുള്ളതാണ്. What mattered to me is that we attracted the attention of the whole of India, of all the political parties towards the women's manifesto. എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ തോന്നിയത് രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ആ സ്ത്രീകളുടെ പോരാട്ടത്തെ ആ പ്രകടന പത്രികയെ നോക്കി ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. And I'm very proud to say that after that I have seen in many states different political parties, even the BJP, announcing many of the schemes which were in our manifesto for women just before the elections. എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, അതിനുശേഷം മറ്റു പല സംസ്ഥാനങ്ങളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും BJP ഉൾപ്പെടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രകടന പത്രിക ഇറങ്ങുന്നത് അതിനുശേഷം ഞാൻ കണ്ടു. So we lost the election, but we did win in one way. What we won was that we showed every political party that they can no longer ignore women.